റഷീദ്, ഇന്ന് പ്രധാനമായും സർവകക്ഷി യോഗം നടക്കാനിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ആദ്യം നടന്ന സർവകക്ഷി യോഗത്തിൽ പെഹൽഗാമിന് ശേഷം നടന്ന സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നില്ല. അന്ന് പ്രധാനമന്ത്രി അവിടെ പങ്കെടുക്കാതെ നേരെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യാൻ പോയി. അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കൊക്കെ വിധേയമായിരുന്നു. പ്രതിപക്ഷം ഇപ്പോഴും ഉന്നയിക്കുന്ന ഒരു കാര്യം തന്നെയാണത്. അതിനിടയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നത്. ഈ സിന്ദൂറിന് ശേഷം കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത ആദ്യ സർവകക്ഷി യോഗമാണിത്. അതിനാൽ തന്നെ പ്രധാനമന്ത്രി പങ്കെടുക്കുമെന്ന് തന്നെയാകണം ഇപ്പോഴും നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ ഈ സർവകക്ഷി യോഗവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, ഒപ്പം ഏത് രീതിയിലാണ് അതിർത്തി മേഖലയിൽ ജമ്മു കാശ്മീർ പാകിസ്ഥാൻ അതിർത്തി മേഖലകളിൽ ഇപ്പോഴും ഷെല്ലാക്രമണം അടക്കമുള്ള ആക്രമണങ്ങൾ, നടപടിക്രമങ്ങൾ, സൈനിക നീക്കങ്ങൾ, ഓപ്പറേഷൻസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. മറ്റൊരു കാര്യം, നയതന്ത്ര മേഖലയിൽ വിദേശകാര്യങ്ങളുമായി വിവിധ വിദേശകാര്യങ്ങളുമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം, കേന്ദ്ര വിദേശകാര്യമന്ത്രി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? ഒപ്പം ഇറാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. വിനിഷ, തീർച്ചയായും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ഏറെ നിർണായകമായിട്ടുള്ള സർവകക്ഷി യോഗമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇന്ന് 11 മണിയോടുകൂടി പാർലമെന്റിൽ വെച്ച് സർവകക്ഷി യോഗം ചേരും. പ്രധാനമായും പ്രതിപക്ഷ എംപിമാരും അതോടൊപ്പം മറ്റു പാർട്ടി നേതാക്കളൊക്കെ തന്നെയും യോഗത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസിനെ പ്രതികരിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഈ യോഗത്തിൽ പങ്കെടുക്കും. സമാജ്വാദി പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് CPIM പ്രതിനിധീകരിച്ചത്, അതോടൊപ്പം ഇടതുപക്ഷ പ്രതികരിച്ചുകൊണ്ട് ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള എംപിമാരും യോഗത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. പ്രധാനമായും ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഉണ്ടായിട്ടുള്ള വിവരങ്ങൾ കൃത്യമായി ഈ പ്രതിപക്ഷ അംഗങ്ങളെ ധരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. അതോടൊപ്പം ഈ പാകിസ്ഥാൻ്റെ പ്രകോപനം തുടർന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങളുടെ നിർദ്ദേശങ്ങളും ഈ സർവകക്ഷി യോഗത്തിൽ കേന്ദ്രം ആരായുമെന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. ഭീകരവാദത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള ഒരു നിർദ്ദേശം പ്രതിപക്ഷ ഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് സർവകക്ഷി 11 മണിയോടുകൂടി പാർലമെൻറ്റിൽ വെച്ച് സർവകക്ഷി യോഗം ചേരും. ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതോടൊപ്പം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും യോഗത്തിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കും. പ്രത്യേകിച്ചും ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് നടക്കുന്ന സർവകക്ഷി യോഗത്തിൽ വിശദീകരിച്ചേക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഇനിയും നമുക്ക് വ്യക്തത വരുത്തേണ്ടത്, നേരത്തെ തന്നെ ഈ ഭീകരാക്രമണത്തിന് ശേഷം വിളിച്ചു ചേർത്തിട്ടുള്ള സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാത്തതിൽ വലിയ വിമർശനം കേന്ദ്ര സർക്കാർ ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ഇന്ന് നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുമോ എന്നുള്ളതിൽ ഇനിയും വ്യക്തത വരുത്താനുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് നൽകാനാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നൽകുക, തുടർ നടപടികളുമായി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളുടെ നിർദ്ദേശങ്ങൾ ആരായുക എന്നുള്ളത് തന്നെയാണ് സർവകക്ഷി യോഗത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതോടൊപ്പം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകും എന്നുള്ളതാണ് ലഭ്യമാകുന്ന സൂചനകൾ. എന്തായാലും നിരവധി നേതാക്കൾ ഇതിനോടകം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ദില്ലിയിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും യോഗത്തിൽ പങ്കെടുത്തേക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം ഈ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഈ നിരവധി അതിർത്തി പ്രദേശങ്ങളിൽ ഇപ്പോഴും പ്രകോപനം തുടരുന്നൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇന്നും നിരവധി മേഖലകളിൽ പാകിസ്ഥാൻ സൈന്യം ഷെല്ലാക്രമണം നടത്തുകയും അതോടൊപ്പം ഇന്ത്യൻ സൈന്യത്തിന് നേരെ വെടിയുതിർക്കുകയും ചെയ്തിട്ടുണ്ട്. ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകിയതായി ഇന്ത്യൻ സേന വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഷെല്ലാക്രമണത്തിൽ ഒരു CRPF ഉദ്യോഗസ്ഥന് അടക്കം വീരമൃത്യു വരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അതിർത്തി മേഖലകളിൽ അതീവ ജാഗ്രത തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഈ മേഖലകളിൽ നിന്നുള്ള സാധാരണക്കാരായിട്ടുള്ള പ്രദേശവാസികളൊക്കെ തന്നെയും സുരക്ഷയുടെ ഭാഗമായി വിവിധ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ജമ്മു കാശ്മീർ സർക്കാർ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ സൈന്യവും അതോടൊപ്പം ജമ്മു കാശ്മീർ സർക്കാരും ഉറപ്പുവരുത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ അതീവ സുരക്ഷയോട്
കൂടി തന്നെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. നാവികസേനയും കരസേനയും വ്യോമസേനയും കൃത്യമായിട്ടുള്ള ഇടപെടലുകളും അതോടൊപ്പം നിരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി പാകിസ്ഥാൻ്റെ പ്രകോപനങ്ങളെ ചെറുത്തു നിൽക്കാൻ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഇത്തരത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുമുള്ള യുദ്ധവിമാനങ്ങൾ അതിർത്തി പ്രദേശങ്ങളിൽ കടക്കാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. ഇതിന് ശക്തമായി ഒരു തിരിച്ചടി നൽകുക അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന ഒരു സമീപനം ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഇതിന് പിന്നാലെ യുദ്ധവിമാനങ്ങൾ തിരിച്ചുപോയി എന്നുള്ള ചില വാർത്തകളും ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി വിവിധ അതിർത്തി പ്രദേശങ്ങളിലും അതീവ ജാഗ്രത തുടരുകയാണ്. നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അതോടൊപ്പം വിദേശകാര്യ മന്ത്രാലയവും ഒക്കെ തന്നെയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ അതിർത്തി മേഖലകളിലടക്കമുള്ള ജമ്മു കാശ്മീരിലെയും മറ്റു സംസ്ഥാനങ്ങളിലുമുള്ള അടക്കമുള്ള സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ ആവശ്യമില്ലാതെ പുറത്ത് ഇറങ്ങരുത് എന്നുള്ള കാര്യം അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതോടൊപ്പം മറ്റു വിദേശ യാത്രകൾ പരമാവധി ഒഴിവാക്കണം എന്നുള്ള കാര്യങ്ങളും ഇപ്പോൾ നിർദ്ദേശങ്ങളായി അത്തരത്തിലുള്ള ജാഗ്രതകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ജാഗ്രതയുടെ ഭാഗമായി രാജ്യത്തെ പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ 27ഓളം വിമാനത്താവളങ്ങൾ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. പൂർണ്ണമായും വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിലേക്കും അതോടൊപ്പം വിവിധ രാജ്യങ്ങളിലേക്കുമുള്ള 430-ലധികം വിമാന സർവീസുകൾ ഇതോടകം തന്നെ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും എത്തുന്ന നിരവധി വിമാനങ്ങൾ വഴി തിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാ മേഖലയിലും കർശനമായിട്ടുള്ള ഒരു നിരീക്ഷണവും അതോടൊപ്പം ജാഗ്രതയും പുലർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സേന മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഇനി പ്രകോപനം തുടരുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകാൻ നേരത്തെ തന്നെ ഇന്ത്യൻ സൈന്യത്തിന് കരസേന മേധാവി അനുവാദം നൽകുകയും എല്ലാവിധ ഇൻ്റലിജൻസ് നിരീക്ഷണങ്ങളും ശക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ വിനീഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നയതന്ത്ര ഇടപെടലുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ കൂടുതൽ സജീവമാക്കുകയാണ് ഇന്ത്യ. വിവിധ വിദേശ രാജ്യങ്ങളുമായി ഇതിനോടകം തന്നെ എസ് ജയശങ്കർ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും ജപ്പാൻ, ഖത്തർ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുമായി എസ് ജയശങ്കർ സംസാരിച്ചു. അവരുടെ ഒരു ഭീകരതയ്ക്കെതിരെയുള്ള ഐക്യദാർഢ്യം അറിയിച്ചതായാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം സ്പെയിൻ, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയിട്ടുള്ള വിദേശകാര്യ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ സംസാരിച്ചിട്ടുണ്ട്. ഭീകരതയ്ക്കെതിരെയുള്ള ഐക്യദാർഢ്യം അതോടൊപ്പം സേനയുടെ ഇടപെടലിനെയും അവർ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുള്ള എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയവും ഇതിലൂടെ വ്യക്തമാക്കി. ഇറാൻ പ്രതിനിധിയും ഇപ്പോൾ ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. ഇറാനും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര കരാറുകളുടെ 75ാം വാർഷികത്തിൻ്റെ ഭാഗമായാണ് ഇറാൻ പ്രതിനിധി ഇന്ത്യയിലെത്തിയിരിക്കുന്നത്. തീർച്ചയായും ഈ പഹൽഗാം ഭീകരാക്രമണം അതോടൊപ്പം ഈ സിന്ദൂർ ഓപ്പറേഷൻ്റെയും അടിസ്ഥാനത്തിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ നയതന്ത്രപരമായിട്ടുള്ള കരാറുകളിൽ ഇന്ത്യ ഇന്ന് ഒപ്പുവെച്ചേക്കുമെന്നുള്ള സൂചനയും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും എസ് ജയശങ്കറുമായി അല്പസമയത്തിനകം തന്നെ ഇറാൻ പ്രതിനിധി കൂടിക്കാഴ്ച നടത്തും. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തും. അതോടൊപ്പം ഈ ഭീകരാക്രമണത്തിനെതിരെയുള്ള ഒരു ഐക്യദാർഢ്യം തേടുകയും ചെയ്യുമെന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ എസ് ജയശങ്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാഷ്ട്രപതി ദ്രൗപദി മുർമുമായും ഇറാൻ പ്രതിനിധി സന്ദർശനം നടത്തുകയും കൂടിക്കാഴ്ചകൾ നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് ലഭ്യമാകുന്നത്. ഇത്തരത്തിൽ നയതന്ത്രപരമായിട്ടുള്ള കൂടുതൽ ചെയ്തിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള പ്രകോപനം തുടരുന്ന സാഹചര്യമാണുള്ളത്. അതിർത്തി പ്രദേശങ്ങളിൽ ആയുധങ്ങൾ ഉപയോഗിച്ചും 15ാം ദിവസവും ഇത്തരത്തിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഷെല്ലാക്രമണം നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പൂഞ്ചിലാണ് ഷെല്ലാക്രമണം നടത്തിയതെങ്കിൽ ഇന്ന് പുലർച്ചയോടുകൂടി കുപ്വാര മേഖലയിലാണ് ഷെല്ലാക്രമണം നടത്തിയിട്ടുള്ളത്. അതേസമയം ഷെല്ലാക്രമണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ആളപായമോ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോൾ സൈന്യവും വ്യക്തമാക്കിയിരിക്കുന്നത്. ആശങ്കാജനകമായ ഒരു സാഹചര്യം തന്നെയാണ് അതിർത്തി മേഖലകളിലൊക്കെ തന്നെയും തുടർന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് രാജ്യമെമ്പാടും പുറപ്പെടുവിച്ചിട്ടുള്ളത്. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇതിനോടകം തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സംസ്ഥാന ഭരണകൂടം പുറപ്പെടുവിച്ചിരുന്നു. പ്രത്യേകിച്ചും ഈ പാക് അധീന മേഖലകളിലൊക്കെ തന്നെയുമുള്ള സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റു സർക്കാർ അതോടൊപ്പം സ്വകാര്യ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെയും
സ്കൂളുകളെയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ആവശ്യമില്ലാത്ത രീതിയിൽ പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ളൊരു ജാഗ്രതാ നിർദ്ദേശവും ജമ്മു കാശ്മീരിൽ നിലനിൽക്കുകയാണ്. അതേസമയം രാജസ്ഥാനിലും പഞ്ചാബിലുമുള്ള വിവിധ മേഖലകളിലും ഇപ്പോൾ സ്കൂളുകൾക്കടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജില്ലാ ഭരണകൂടം രാജസ്ഥാനിലെ ജോധ്പൂർ ജില്ലാ ഭരണകൂടം സ്വകാര്യ സർക്കാർ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ട് അംഗൻവാടികൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം തന്നെയാണുള്ളത്. അതേസമയം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും നിരവധിയായിട്ടുള്ള പ്രകോപനവും അതോടൊപ്പം ഇത്തരത്തിൽ ഉള്ള ഒരു നടപടികളും ഉണ്ടാകുന്നു എന്നുള്ളതും ഏറെ ആശങ്കാജനകമാണ്. എന്തായാലും ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, അതായത് തിരിച്ചടിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തണം എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ സേനാ വിഭാഗങ്ങൾക്ക് കരസേനാ മേധാവി മുന്നറിയിപ്പ് നൽകുകയും അതുമായി ബന്ധപ്പെട്ട അനുവാദം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഇനിയും ഒരു പ്രകോപനം തുടരുകയാണെങ്കിൽ ശക്തമായി തിരിച്ചടിക്കാൻ തന്നെയാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ നീക്കം. വിനിഷ.